ഹായ് ഡിയർ ഫ്രണ്ട്സ്, അസ്സലാമു അലൈക്കും. വെൽക്കം ബാക്ക്. ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് രാവിലെ ഒരു 6 മണി മുതലുള്ള കാര്യങ്ങളാണ് ഇന്നത്തെ വീഡിയോയിൽ കാണിക്കുന്നത്. അതായത് ഇന്നിപ്പോൾ സ്കൂള് ഒക്കെ തുറന്നല്ലോ. അപ്പോൾ ഇന്നിപ്പോൾ മോൾക്ക് സ്കൂളുള്ള ദിവസമാണ്. മോൾക്ക് മെയ്യിൽ ക്ലാസ് ഉണ്ടായിരുന്നു. ഒരാഴ്ച, അതായത് സ്കൂൾ തുറക്കുന്നതിന് മുൻപ് ഒരാഴ്ച ലീവ് കൊടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ. പിന്നെ ജൂൺ 1-നാണ് ഇപ്പോൾ സ്കൂൾ തുറന്നിട്ടുള്ളത്. അപ്പോൾ ഇന്നിപ്പോൾ സ്കൂളുള്ള ദിവസമാണ്. അതിന് വേണ്ടിയിട്ടുള്ള കാര്യങ്ങളൊക്കെ ഒന്ന് റെഡിയാക്കി എടുക്കുകയാണ്. ലഞ്ച് കൊണ്ടുപോകാനുണ്ട്, അതിന് ബ്രേക്ക്ഫാസ്റ്റ് റെഡിയാക്കണം. അതിനുള്ള കാര്യങ്ങളൊക്കെ ഒന്ന് റെഡിയാക്കട്ടെ കേട്ടോ. ഇന്ന് ഇടിയപ്പവും പൊട്ടറ്റോ കറിയാണ് ബ്രേക്ക്ഫാസ്റ്റിന് വേണ്ടിയിട്ടുള്ളത്. ഇടിയപ്പത്തിന് പൊടി വാട്ടാൻ വേണ്ടിയിട്ടുള്ള വെള്ളം ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഒരു 4 കപ്പ്, അതായത് 250 ml കപ്പിൽ 4 കപ്പ് പൊടിയാണ് എടുക്കുന്നത്. അപ്പോൾ അതിന് 4.5 കപ്പ് വെള്ളം ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. കുറച്ച് കൂടുതൽ വെള്ളം ഒഴിക്കണം കേട്ടോ. ഞങ്ങൾ വാങ്ങിക്കുന്ന പൊടിക്ക് കുറച്ച് കൂടുതൽ വെള്ളം വേണം. അപ്പോൾ ഓരോരുത്തരുടെ പൊടിയുടെ ഇതനുസരിച്ചാണ് വെള്ളത്തിൻ്റെ അളവ് വരുന്നത്. പിന്നെ ഞാൻ അരി ഇടാനുള്ള വെള്ളം കൂടി വെച്ച് കൊടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഞാൻ വെള്ളം തിളച്ചിങ്ങനെ തുടങ്ങുമ്പോൾ തന്നെ തീ ഓഫ് ചെയ്തിട്ടുണ്ടായിരുന്നു. അതിന് ശേഷമാണ് ഞാൻ പൊടി ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് വാട്ടിയെടുത്തിട്ടുള്ളത്. അപ്പോൾ നല്ലപോലെ തിളച്ച വെള്ളത്തിലേക്ക് ഇട്ട് കഴിയുമ്പോൾ കുറച്ച് ഭയങ്കര ടൈറ്റായിട്ട് പോകും കേട്ടോ നമ്മൾ പൊടി കുഴക്കുന്ന സമയത്ത്. പിന്നെ ഞാൻ ഇടിയപ്പം മേക്കറിലാണ് ചെയ്യുന്നതുകൊണ്ട് അത് പ്രശ്നമല്ല. എന്നാലും കുറച്ച് ലൂസാക്കി തന്നെയാണ് എടുക്കുന്നത്. ഭയങ്കര ടൈറ്റാക്കി ഇങ്ങനെ എടുക്കാറില്ല. അപ്പോൾ പൊട്ടറ്റോ കൂടി കട്ട് ചെയ്തിട്ട് ഞാനൊന്ന് വേവിക്കാൻ വേണ്ടിയിട്ട് വെക്കാൻ കേട്ടോ. അപ്പോൾ അതിലേക്ക് സവാള, പച്ചമുളക്, അല്പം മഞ്ഞൾപ്പൊടി, ഉപ്പൊക്കെ ഇട്ടിട്ട് ഒന്ന് വേവിക്കാൻ വേണ്ടിയിട്ട് വെച്ച് കൊടുക്കുകയാണ്. എന്നിട്ട് ഉള്ളിമുളകിട്ട് താളിച്ചെടുക്കും കേട്ടോ. അത്രയേ ഉള്ളൂ. അപ്പോൾ വീട് പണി എന്തായി, കഴിഞ്ഞോ, കിച്ചൻ്റെ പണി കഴിഞ്ഞോ, വീട് പണി കഴിഞ്ഞോ എന്നൊക്കെ കുറച്ച് പേര് ചോദിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ വീട് പണി ഒരുവിധമൊക്കെ ആയിട്ടുണ്ട്. എന്നാലും പണികളും കാര്യങ്ങളൊക്കെ ഉണ്ട്. ഇപ്പോൾ ടൈൽ വർക്കൊക്കെ ഫുള്ള് കഴിഞ്ഞിട്ടുണ്ട്. അതുപോലെ തന്നെ ഇപ്പോൾ ഇൻറ്റീരിയർ വർക്കാണ് കേട്ടോ നടന്നുകൊണ്ടിരിക്കുന്നത്. വാർഡ്രോബും കാര്യങ്ങളൊക്കെയാണ് ഇപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ അതിൻ്റെ പണി ഒരു 2-3 ദിവസം കൂടി എന്തായാലും ഉണ്ടാവും. കിച്ചൻ്റെ പണി അങ്ങനെ തുടങ്ങിയിട്ടില്ല കേട്ടോ. ബോക്സും കാര്യങ്ങളൊക്കെ കൊണ്ടുവന്നിട്ട് ചെയ്തിട്ടുണ്ട്. ഇലക്ട്രിക് ഉണ്ട്, പിന്നെ പ്ലംബിങ്, അങ്ങനെ കുറച്ച് വർക്കുകളൊക്കെ ഉണ്ട്. പിന്നെ സ്റ്റെയറിൻ്റെ കാര്യങ്ങളൊക്കെ ഉണ്ട്. എൻ്റെ ഇപ്പോൾ ലാസ്റ്റ് സ്റ്റേജിലേക്കാണ് വന്നുകൊണ്ടിരിക്കുന്നത്. വീഡിയോസും കാര്യങ്ങളൊക്കെ ഞാൻ എടുത്തിട്ട് കാണിക്കാം കേട്ടോ അടുത്ത വീഡിയോയിൽ. അപ്പോൾ ഇടിയപ്പത്തിൻ്റെ മാവൊക്കെ ഒരുവിധം തണുത്ത് വന്നിട്ടുണ്ടായിരുന്നു. ഞാനൊന്ന് അത് കുഴച്ചെടുത്തിട്ട് റോളാക്കി വെച്ചിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്കൊന്ന് ഇടിയപ്പം റെഡിയാക്കി എടുക്കാം. അപ്പോൾ ഞാൻ ഇടിയപ്പം മേക്കറിലാണ് കേട്ടോ ഇടിയപ്പം റെഡിയാക്കി എടുക്കുന്നത്. ഐബലിൻ്റെ പ്രൊഡക്റ്റാണ്. ഇതിൻ്റെ റേറ്റ് ഞാൻ ഇതിൻ്റെ ഇവിടെ താഴെ കൊടുക്കാം കേട്ടോ. അപ്പോൾ നല്ല ഈസിയാണ് കേട്ടോ. നമ്മൾ സാധാരണ ഇടിയപ്പത്തിൻ്റെ അച്ചിൽ ചെയ്യുന്നതിനേക്കാളും നല്ല ഈസിയാണ് ഇതിൽ ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട്. നമുക്ക് ഒരു ഇൻട്രസ്റ്റും കാര്യങ്ങളൊക്കെ ഉണ്ടാവും. അങ്ങനെ ഇടിയപ്പം ഞാൻ എപ്പോഴൊക്കെ ഉണ്ടാക്കാറുള്ളൂ. ഇത് വാങ്ങിയ പിന്നെ ഇടക്കിടക്ക് ഉണ്ടാക്കലുണ്ട് കേട്ടോ. അപ്പോൾ ഇതേപോലെ ചുറ്റിച്ച് പെട്ടെന്ന് തന്നെ നമുക്ക് എടുക്കാൻ പറ്റും. സ്ട്രെയിനോ ഒന്നും വേണ്ട. ചാർജ് ചെയ്തിട്ട് വേണം കേട്ടോ നമ്മൾ ഇത് യൂസ് ചെയ്യാൻ വേണ്ടിയിട്ട്. എന്നാലും ചാർജ് നമ്മൾ കുറേ നാളെ നിൽക്കും കേട്ടോ. അങ്ങനെ എപ്പോഴും ചാർജ് ചെയ്യേണ്ട കാര്യങ്ങളൊന്നുമില്ല.
അപ്പോൾ ഞാൻ ഇടിയപ്പമൊക്കെ വേവിക്കാൻ വേണ്ടിയിട്ട് വെച്ച് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഞാനിപ്പോൾ കുറച്ച് ഒരു ബാച്ച് വെച്ചിട്ടുള്ളൂ. മോൾക്ക് പെട്ടെന്ന് പോകാനുള്ളതുകൊണ്ട് കുറച്ച് പണികൾ കഴിഞ്ഞിട്ട് അടുത്ത ബാച്ച് വെക്കാമെന്ന് വിചാരിച്ച്. ഇനിയിപ്പോൾ നമ്മുടെ പൊട്ടറ്റോ വെന്ത് വന്നിട്ടുണ്ടായിരുന്നു. ഞാനൊന്നത് ഒരു തവി വെച്ചിട്ട് ഉടച്ചെടുത്തിട്ടുണ്ട്. എന്നിട്ട് ഉള്ളിമുളക് ഇട്ടിട്ട് താളിച്ചിട്ട് അത് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഇനി അല്പം മസാലപ്പൊടിയും കൂടി ചേർത്തിട്ടുണ്ട്. നമ്മുടെ ഗരം മസാല ഉണ്ടല്ലോ അതുകൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഒരു ഫ്ലേവറിന് വേണ്ടിയിട്ട് മാത്രമാണ് കേട്ടോ ചേർക്കുന്നത്. അല്പം മാത്രമേ ചേർത്തിട്ടുള്ളൂ. ഇനിയിപ്പോൾ ഞാൻ ലഞ്ചിന് വേണ്ടിയിട്ട് പരിപ്പ് തേങ്ങ അരച്ച് വെക്കുന്നുണ്ട്. പിന്നെ പൊട്ടറ്റോ ഒന്ന് ഫ്രൈ ചെയ്യുന്നുണ്ട്. അപ്പോൾ പരിപ്പ് ഞാൻ വേവിക്കാൻ വേണ്ടിയിട്ട് കുക്കറിലേക്ക് വെച്ച് കൊടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ പൊട്ടറ്റോ ഞാൻ മുളക് പൊടി, കാശ്മീരി മുളക് പൊടി, വെളിച്ചെണ്ണ, ഉപ്പും കുറച്ച് വെള്ളവും കൂടി ചേർത്തിട്ട് വേവിച്ചിട്ട് അതൊന്ന് ഫ്രൈ ആക്കി എടുത്തിട്ടുണ്ട്. അപ്പോൾ കാശ്മീരി മുളക് പൊടി വേണം കേട്ടോ ചേർക്കാൻ വേണ്ടിയിട്ട്, എന്നാലാണ് ആ കളർ കിട്ടുള്ളൂ. അതുപോലെ തന്നെ നോർമൽ മുളക് പൊടി ആകുമ്പോൾ കുറച്ച് എരിവ് കൂടുതലായിരിക്കും. ഇതാകുമ്പോൾ എരിവ് അധികം ഉണ്ടാവില്ല. കുറച്ച് ബീഫ് വേവിച്ചത് കൂടി ഇരിപ്പുണ്ടായിരുന്നു. അതുകൂടി ഒന്ന് ഫ്രൈ ചെയ്തെടുക്കുകയാണ്. അങ്ങനെ നമ്മുടെ പരിപ്പും വെന്ത് വന്നിട്ടുണ്ടായിരുന്നു. ഞാൻ തേങ്ങ അരച്ച് വെക്കുന്ന സമയത്ത് പരിപ്പ് അധികം വേവിക്കാറില്ല കേട്ടോ. അപ്പോൾ ഞാനത് തേങ്ങ അരച്ചിട്ട് അതിലേക്ക് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. അപ്പോൾ തേങ്ങയിലേക്ക് ഞാൻ ചെറിയ ജീരകം ഉണ്ടല്ലോ, 2-3 ചെറിയ ജീരകവും 2 കഷ്ണം ഉള്ളിയും മഞ്ഞൾപ്പൊടി ഇട്ടിട്ട് നന്നായിട്ട് അരച്ചെടുത്തിട്ടുണ്ട്. അപ്പോൾ ചൂടായി കഴിഞ്ഞ് കഴിയുമ്പോൾ നമുക്കൊന്ന് താളിച്ചെടുത്താൽ മതി കേട്ടോ, മുളകും കടുകൊക്കെ പൊട്ടിച്ചിട്ട്. അപ്പോൾ പണിയൊക്കെ ഒന്ന് ഒതുങ്ങിയപ്പോൾ അടുത്ത ബാച്ച് കൂടി ഒന്ന് റെഡിയാക്കിയിട്ട് വെച്ച് കൊടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ മോൾക്ക് പോകാനുള്ള സമയമായി വരുന്നുണ്ട്. അപ്പോൾ അതിനുള്ള ലഞ്ച് കൂടി എടുക്കുകയാണ്. അങ്ങനെ മോളും പോയിട്ടുണ്ടായിരുന്നു. ഇനിയിപ്പോൾ ഞങ്ങളൊന്ന് ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാൻ കേട്ടോ. അപ്പോൾ ഇടിയപ്പം വേവിക്കാൻ വെച്ചതൊക്കെ വെന്ത് വന്നിട്ടുണ്ടായിരുന്നു. അങ്ങനെ ബ്രേക്ക്ഫാസ്റ്റൊക്കെ കഴിഞ്ഞു. ഇനിയിപ്പോൾ കിച്ചണൊന്ന് ഒതുക്കി പാത്രങ്ങളൊക്കെ കഴുകാനുണ്ട് കേട്ടോ. നല്ല മഴയാണ് കേട്ടോ. ഒരു 6 മണിയായപ്പോൾ തുടങ്ങിയതാണ്. ഇപ്പോഴും കഴിഞ്ഞിട്ടില്ല. നല്ല മഴയായിരുന്നു. കുക്ക് ചെയ്ത ഫുഡൊക്കെ എല്ലാം വേറൊരു പാത്രത്തിലാക്കിയിട്ട് പാത്രങ്ങളുണ്ടല്ലോ അതൊക്കെ ഒന്ന് കഴുകി വെച്ചിട്ടുണ്ട്. ലഞ്ച് കഴിച്ച് കഴിയുന്ന സമയത്ത് പിന്നെ അധികം പാത്രങ്ങളൊന്നും ഉണ്ടാവില്ല കേട്ടോ കഴുകാൻ വേണ്ടിയിട്ട്. അങ്ങനെ ഒതുക്കലും പാത്രം കഴുകലൊക്കെ എല്ലാം കഴിഞ്ഞിട്ടുണ്ട്. ഇനിയിപ്പോൾ കിച്ചണൊക്കെ ഒന്ന് നന്നായിട്ടൊന്ന് ക്ലീൻ ചെയ്തിട്ടാണ് കേട്ടോ. പുൽത്തൈലവും ഹാൻഡ് വാഷ് ലിക്വിഡും കുറച്ച് വെള്ളവും കൂടി ചേർത്തിട്ട് ഒരു ലിക്വിഡ് റെഡിയാക്കി വെച്ചിട്ടുണ്ട്, ഒരു സ്പ്രേ ബോട്ടിൽ. അപ്പോൾ ഇതേപോലെ ഇത് സ്പ്രേ ചെയ്തിട്ട് നമ്മൾ തുടച്ചു കഴിഞ്ഞാൽ ചെറിയ ചെറിയ ഈച്ചകളും പ്രാണികളൊക്കെ ഉണ്ടാവുമല്ലോ കിച്ചണിൽ. അതുപോലെ തന്നെ ഫ്രൈ ചെയ്ത സ്മെല്ലും കാര്യങ്ങളൊക്കെ. അപ്പോൾ അതൊക്കെ ഇത് യൂസ് ചെയ്ത് നമ്മൾ ക്ലീൻ ചെയ്ത് കഴിഞ്ഞാൽ കുറേ ഒക്കെ നമുക്ക് മാറി കിട്ടും കേട്ടോ.
അതുപോലെ തന്നെ കിച്ചണിൽ നല്ല സ്മെല്ല് ഉണ്ടാവുകയും ചെയ്യും. ചെറിയ ഈച്ചകളും അങ്ങനെയുള്ളതൊക്കെ പിന്നെ വരികയില്ല കേട്ടോ. അങ്ങനെ അതൊക്കെ കഴിഞ്ഞു. ഇനിയിപ്പോൾ കുറച്ച് പച്ചക്കപ്പലണ്ടി ഉണ്ടായിരുന്നു കേട്ടോ. അതൊന്ന് വറുത്തെടുക്കുകയാണ്. അപ്പോൾ ഇവിടെ ജോലിക്ക് വരുന്ന ഒരു ചേച്ചി നാട് തമിഴ്നാട്ടിലാണ്. അപ്പോൾ അവിടെ നിന്ന് വന്നപ്പോൾ കുറച്ച് കപ്പലണ്ടി അവിടെ നിന്ന് കൊണ്ടുവന്നതാണ്. നല്ല വലിയ കപ്പലണ്ടിയാണ് കേട്ടോ. ഇപ്പോൾ ഞാനിതുപോലെ ഉപ്പുനീര് ഇങ്ങനെ ആഡ് ചെയ്തിട്ട് ഒന്ന് മിക്സാക്കിയിട്ട് കപ്പലണ്ടി ഒന്ന് വറുത്തെടുക്കുകയാണ്. അല്ലെങ്കിൽ നമുക്ക് ചീനച്ചട്ടിയിലേക്ക് കുറച്ച് ഉപ്പ് പൊടി ഇട്ടിട്ട് കപ്പലണ്ടി ഇട്ടിട്ട് കുറച്ച് വെള്ളം ഇങ്ങനെ സ്പ്രെഡ് ചെയ്തിട്ട് അങ്ങനെ ചെയ്താലും മതി. അപ്പോൾ അത് ചെറിയ തീയിലിട്ട് നമുക്കൊന്ന് വറുത്തെടുക്കാം കേട്ടോ. അപ്പോൾ അതവിടെ കിടക്കട്ടെ. അപ്പോൾ കുറച്ച് പത്തിരി ഇരിപ്പുണ്ടായിരുന്നു. അപ്പോൾ ഞാനതൊന്ന് ഒരു സ്നാക്കായിട്ടൊന്ന് റെഡിയാക്കി എടുക്കുകയാണ് കേട്ടോ. അപ്പോൾ 3 മുട്ടയാണ് എടുത്തിട്ടുള്ളത്. അപ്പോൾ ഞാൻ കുറച്ച് പത്തിരി ഉള്ളൂ കേട്ടോ. പത്തിരി ബാക്കി വരുന്ന സമയത്ത് ഉണ്ടാക്കുന്ന ഒരു സ്നാക്കാണ്. 3 എഗ്ഗാണ് ഞാൻ ചേർത്ത് കൊടുത്തിട്ടുള്ളത്. അതിനനുസരിച്ച് കുറച്ച് പാലോട് ചേർത്തിട്ടുണ്ട്. അപ്പോൾ ഇത്രയേ ഉള്ളൂ കേട്ടോ പത്തിരി. അപ്പോൾ അതിനനുസരിച്ചുള്ള മുട്ടയും പാലുമാണ് ചേർത്തിട്ടുള്ളത്. പിന്നെ അതിലേക്ക് ആവശ്യത്തിന് പഞ്ചസാര, മധുരത്തിനനുസരിച്ചുള്ള പഞ്ചസാരയും ഒരു 2-3 ഏലക്കയും പിന്നെ ഒരു ചെറിയ സ്പൂൺ നെയ്യും കൂടി ചേർത്തിട്ട് നന്നായിട്ട് അടിച്ചെടുക്കാം കേട്ടോ. ഇനിയിപ്പോൾ പത്തിരി ഇല്ലാന്നുണ്ടെങ്കിൽ നമുക്ക് ബ്രെഡ് കൊണ്ടിട്ടും ഇത് ചെയ്തെടുക്കാം. അപ്പോൾ നന്നായിട്ടൊന്ന് അടിച്ചെടുത്തിട്ടുണ്ട്. ഇനി നെയ്യ് തടവിയ പാത്രത്തിലേക്ക് ആ മിക്സ് ഒഴിച്ചു കൊടുത്തിട്ട് ഏലക്കയുടെ സ്കിന്നുണ്ടല്ലോ അതൊന്ന് എടുത്ത് കളഞ്ഞിട്ടുണ്ട് കേട്ടോ. ഇനിയിപ്പോൾ നമുക്ക് ഏലക്കപ്പൊടി വേണമെങ്കിൽ അങ്ങനെയും ചേർക്കാം. ഇനി ഞാൻ ആ പത്തിരി ചെറുതാക്കി കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. എന്നിട്ട് അതിലേക്ക് ഇട്ട് കൊടുത്തിട്ട് ഒന്ന് ഇതേപോലെ പ്രസ് ചെയ്ത് കൊടുത്താൽ അധികം തിക്കായിട്ട് പത്തിരി ഇട്ട് കൊടുക്കരുത് കേട്ടോ. ആവശ്യത്തിന് മാത്രം ഇട്ട് കൊടുക്കുക. ഇതുപോലെ സ്പൂൺ കൊണ്ട് കാണിച്ചു കഴിയുമ്പോൾ നമുക്ക് മനസ്സിലായി എത്ര വേണമെന്നുള്ളത് അതനുസരിച്ച് മാത്രം ഇട്ട് കൊടുക്കുക. വെള്ളം തിളപ്പിക്കാൻ വേണ്ടിയിട്ട് വെച്ചിട്ടുണ്ടായിരുന്നു. ഇത് ആവി കയറ്റി എടുക്കുന്നതാണ് കേട്ടോ. ഒരു 10 മിനിറ്റൊക്കെ മതിയാവും. പത്തിരിയൊക്കെ വെന്ത് വന്നിട്ടുള്ളതാണ്. പിന്നെ മുട്ടയാണ് പിന്നെ കുറച്ച് വേവാനുള്ളത്. അപ്പോൾ ഒരു 10 മിനിറ്റൊക്കെ മതിയാവും. പിന്നെ ഞാൻ നെയ്യിൽ അണ്ടിപ്പരിപ്പും മുന്തിരി ഉണ്ടായിരുന്നില്ല കേട്ടോ. അണ്ടിപ്പരിപ്പും മൂപ്പിച്ചിട്ട് അതുകൂടി കൊടുത്തിട്ടുണ്ട്. പിന്നെ നമ്മുടെ കപ്പലണ്ടിയൊക്കെ നന്നായിട്ട് മൂത്ത് വന്നിട്ടുണ്ടായിരുന്നു. ഇന്നിപ്പോൾ ചൂടാറി കഴിയുമ്പോൾ ഒന്നുകൂടി മൂത്ത് വരും കേട്ടോ അത്. അപ്പോൾ അത് റെഡിയായി വന്നിട്ടുണ്ട്. ഇതിന് ഞങ്ങൾ മുട്ടപ്പത്തിരി എന്നാണ് ഞങ്ങൾ പറയുന്നത്. അപ്പോൾ ഇതേപോലെ കട്ട് ചെയ്തിട്ട് ആക്കി വെച്ചിട്ടുണ്ട് കേട്ടോ. അതെല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. എന്നിട്ട് ഫീഡ്ബാക്ക് അറിയിക്കുക കേട്ടോ. അപ്പോൾ വീഡിയോയുടെ വൈൻഡപ്പ് ചെയ്യാണ്. വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. അടുത്തൊരു അടിപൊളി വീഡിയോ ആയിട്ട് വരുന്നവരെ താങ്ക്സ് ഫോർ വാച്ചിങ്.